നമസ്കാരം. നമുക്കറിയാം എഡ്യൂക്കേഷൻ ഹബ്ബായ നാലാഞ്ചിറ മണ്ണാന്തലേക്ക് നമ്മൾ വീട് അന്വേഷിച്ച് ഒരുപാട് കസ്റ്റമർ വരുന്നുണ്ട്. അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള 4.5 സെന്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമോടുകൂടി പൂർണ്ണമായും ചുടുകളിലും തേക്കുന്നടിയിലായിട്ട് നിർമ്മിച്ചിട്ടുള്ള വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള MC റോഡിൽ നിന്ന് വെറും 180 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു പുതിയ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ പിന്നിൽ കാണുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിൽ ചെയ്തിട്ടുള്ള MC റോഡിൽ നിന്ന് വെറും 180 മീറ്റർ മാത്രം മാറി പൂർണ്ണമായും ചുടുകളിൽ തീർത്ത് 2-3 കാർ പാർക്കിംഗ് ചെയ്യാവുന്ന തരത്തിലേക്കുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമുള്ള ഒരു വീടാണ് നമുക്കത് വിൽപ്പനയ്ക്കുള്ളത്. ഇതാ കണ്ടില്ലേ, ഒരു കാർ നമുക്ക് അവിടെ കിടക്കുന്നു. വേണമെങ്കിൽ ഒരു കാർ കൂടി പാർക്ക് ചെയ്യാം. കാർ പോർച്ചിലേക്ക് നമുക്ക് ഒരു SUV ടൈപ്പോ അല്ലെങ്കിൽ ഇന്നോവ ടൈപ്പോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വിശാലമായിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണുള്ളത്. ഇതിന്റെ ലൊക്കേഷന്റെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ഹൈ ക്വാളിറ്റി റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് MC റോഡിൽ നിന്ന് വെറും ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് തന്നെ വളരെ അത്രയ്ക്കും അടുത്തായിട്ട് നമുക്ക് എത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ നിന്നൊക്കെ ജസ്റ്റ് ബസ് ഇറങ്ങിയിട്ട് നമുക്ക് 2 മിനിറ്റ് താഴെ നടന്നു പോലും നമുക്ക് വീട്ടിൽ കയറാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷൻ. എഡ്യൂക്കേഷൻ ഹബ്ബ് എന്ന് ഞാൻ പറയും. നാലാഞ്ചിറ മണ്ണാന്തര ഭാഗത്തേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് വീടിന് വേണ്ടി വരുന്നുണ്ട്. അത്തരക്കാർക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അവസരം മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു വീട് ചൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ്. കളർ പാറ്റേൺ അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഗ്ലോസി ടൈപ്പ് ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. സൈഡ് വാളുകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ടും നമുക്ക് തേക്കും തടീന്റെ പാനലാണ്. അതൊക്കെ എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഒരു വീടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഈ കാണുന്ന ഡിസൈൻ വർക്കുകളോട് കൂടിയിട്ടുള്ള ഈ ഡോർ കംപ്ലീറ്റ് തേക്കും തടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തടികൾ കംപ്ലീറ്റ് തേക്കും തടിയും മാഞ്ഞിനെയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് കാണുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിലേക്കുള്ള ഒരു വിശാലമായ ഒരു ലിവിംഗ് സ്പേസ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസൈൻ വർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഡിസൈൻ ആണ്. നമുക്ക് ഇറിറ്റേറ്റ് ആകുന്ന രീതിയിൽ, ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞ നമുക്കൊരു വീട്ടിൽ കയറുമ്പോൾ നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ നമുക്കൊരു ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവാത്ത രീതിയിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ, സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ സൈഡിലേക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ തന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ഫ്ലവർ ഒക്കെ വെക്കാനുള്ള ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ അടുത്തിട്ടും വോൾ സീലിംഗ് ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നല്ല ഈ ജനാലകളൊക്കെ നല്ല സൈഡിലേക്ക് നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് തന്നെ നമുക്ക് നല്ലൊരു വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. അതെന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുണ്ട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറും സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് പ്രീമിയം ക്വാളിറ്റി അല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഞാൻ നേരത്തെ പറഞ്ഞു. അതിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിലേക്കാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ വീട് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം ആയിട്ടാണ്. ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഇതിലേക്ക് വരുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോൾ തന്നെ മാസ്റ്റർ ബെഡ്റൂം കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് മിററൊക്കെ കൊടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഷെൽഫ് മോഡൽ കൊടുത്തിട്ട് അതിനകത്താണ് മിറർ. ഈ ഇത്തരത്തിലുള്ള ഒരു ഡിസൈൻ വളരെ റയർ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അത് എന്തായാലും വ്യത്യസ്തമായ രീതിയിൽ ചെയ്ത് എന്തുകൊണ്ടും ഒരു മനോഹരമായിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ആയാലും ശരി അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. അതിലും ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ടൈൽ പാറ്റേൺ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പിലേക്കുള്ള ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂംസിലും തന്നെ കബോർഡ്സുകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വീട് പർച്ചേസ് ചെയ്യുന്നവർക്ക് കബോർഡ് ചെയ്തുള്ള ക്യാഷ് ഒന്നും ഒരു അധിക ചെലവ് എന്നുള്ള ഇതിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. ആവശ്യത്തിലേറെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ 2ാമത്തെ ബെഡ്റൂം കയറുമ്പോഴും അതും സ്പേഷ്യസിന്റെ കാര്യത്തിലൊന്നും യാതൊരു പ്രശ്നമില്ല കേട്ടോ. നല്ല നമുക്കൊരു പിന്നെ ബെഡും അതുപോലെ തന്നെ ടേബിളും കിട്ടാനും നമുക്ക് ആവശ്യത്തിലേറെ സ്പേഷ്യസ് ഉണ്ട്. അതുപോലെ ഇവിടെയും മിററൊക്കെ തന്നെ പഴയ ആദ്യത്തെ ഫസ്റ്റ് ബെഡ്റൂമിന്റെ അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലായാലും അലമാരയൊക്കെ നല്ല രീതിയിലുള്ള നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമും അത്യാവശ്യം ഫസ്റ്റ് ബെഡ്റൂമിന്റെ അതേ സൈസിലേക്കുള്ള ബാത്റൂം തന്നെ കൊടുത്തിട്ടുള്ളത്. അതും ഒരു പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറിൽ കിച്ചണിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ടൈപ്പ് എന്ന് നമ്മൾ വെറുതെ പറയുന്നതിന് അത്തരത്തിൽ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പ്രീമിയം ടൈപ്പ് കിച്ചണാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിന്റെ ഒരു കളർ പാറ്റേൺ ആയാലും ടൈലിന്റെ പാറ്റേൺ ആയാലും അതുപോലെ തന്നെ ഈ കബോർഡ്സിന്റെ കളർ പാറ്റേൺ ആയാലും ഒക്കെ തന്നെ ഒരു വ്യത്യസ്തമായ കിച്ചന്റെ ഒരു ഡോറൊക്കെ കാണുമ്പോൾ തന്നെ തേക്കും തടിയിൽ ഒരു ഗ്ലാസ് പാറ്റേൺ ഒരു ഡിസൈൻ വർക്ക് കൊടുക്കുന്നത്. അതൊക്കെ ശരിക്കും ഒരു പ്രീമിയം ക്വാളിറ്റി ഒരു ടച്ച് എന്തായാലും ഫീൽ ചെയ്യുന്ന തരത്തിലേക്കാണ് വരുന്നത്. സ്റ്റോറേജ് സ്പേസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസ് ഇല്ല. നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസുകൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ
സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വൈറ്റ് പാറ്റേണിലേക്കുള്ള ഒരു സ്ലാബാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ട് ഒരു ക്വാളിറ്റി ഫീലിങ്സ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള പിന്നെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളോ അല്ലെങ്കിൽ കിച്ചന്റെ സ്പേഷ്യസിലോ ഒന്നും യാതൊരു പ്രശ്നമില്ല. നമുക്ക് പുറത്തൊരു വർക്ക് ഏരിയ ഇറക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തും കൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ചേരുന്നതിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റെയറിന്റെ ഒക്കെ തന്നെ ഹാൻഡിൽ കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന തേക്കൻ തടിയിലും ഒരു ഗ്ലാസ് പാറ്റേൺ ഡിസൈൻ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ്സുമാണ് കൊടുത്തിട്ടുള്ളത്. ടെയിൽ പാറ്റേൺ നോക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗ്ലോസി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്തുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ കൂടിയാണ്. നമുക്ക് മുകളിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് നമ്മൾ വരുന്നത്. മുകളിലത്തെ ഹോളിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ്റൂം സൈസുകളിലൊന്നും യാതൊരു കോംപ്രമൈസും, അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. അതിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് TV യൂണിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതിന്റെ വേറൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോർഷൻ എന്ന് പറയുന്നത് റെന്റ് ഔട്ട് ചെയ്യുന്നവർക്ക് മുകളിൽ വേണമെങ്കിൽ നമുക്ക് റെന്റ് ഔട്ട് കൊടുക്കാം. കാരണം 2 ബെഡ്റൂമും ഒരു കിച്ചന്റെ പോർഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് എക്സ്ട്രാ വർക്ക് ഒന്നുമില്ല. അതിന് കിച്ചണായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് താഴെ സൈഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2 ഫാമിലിക്ക് റെന്റ് ഔട്ട് ചെയ്ത് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കൂടിയാണ് ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബാത്റൂം ആയാലും താഴത്തെ ബാത്റൂംസിനെക്കാളും നല്ല സൈസും നല്ല രീതിയിലുള്ള സ്പേസ് കൂടുതലായിട്ടുള്ള ബാത്റൂം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ടൈൽ പാറ്റേൺ ഒക്കെ താഴത്തെ ബാത്റൂമിന് അതേ കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി ടൈപ്പിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിറയുടെ പോയിട്ടുള്ളത് ബ്രാൻഡ് ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല ഒരു പ്രീമിയം ടച്ച് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് കളർ പാറ്റേൺ ഉള്ള വൈറ്റും അതുപോലെ തന്നെ ടൈൽ പാറ്റേണും കൂടെ നല്ലൊരു മാച്ചിങ് രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തേക്കത്തടികളായതുകൊണ്ട് എന്തുകൊണ്ട് ഒരു പ്രീമിയം ക്വാളിറ്റി ടച്ച് തന്നെ ഉണ്ട്. അതിന്റെയും ബാത്റൂമിന്റെ സൈഡിൽ താഴത്തേക്കാളും നല്ല വൈഡ് ആയിട്ടുള്ള നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ്സ് എല്ലാം സിറയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി യാതൊരു കോംപ്രമൈസും കൊടുക്കാത്ത രീതിയിൽ നല്ലൊരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു റെന്റ് ഔട്ട് അല്ലെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ ഇൻകം ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് എന്തുകൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന വീടെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 3rd ബെഡ്റൂം ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു കിച്ചൺ ആയിട്ടോ കൺവേർട്ട് ചെയ്യാം. അതിന്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു സ്ലാബ് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിക്ക് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാം. താഴെ 2 ഫാമിലിക്ക് നമുക്ക് റെന്റ് ഔട്ട് ചെയ്യാനോ നമുക്ക് താഴെ താമസിച്ചിട്ട് ഓണർക്ക് മുകളിൽ റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന റെന്റ് ഔട്ടിന്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ ഹബ് ആയതുകൊണ്ട് ഇവിടെ ധാരാളം റെന്റിന് ഓപ്ഷൻ ഉണ്ട്. MC റോഡിൽ നിന്നൊക്കെ വളരെ അടുത്തായതുകൊണ്ട് റെന്റിന്റെ കാര്യത്തിൽ നല്ലൊരു ഹൈ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഹോസ്റ്റൽ പർപ്പസിനും ഒക്കെ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇവിടെ വരുന്നത്. നമുക്ക് ഇതുവഴി തന്നെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് വരുന്ന ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് ആ പുറത്തേക്ക് ഇറങ്ങും മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കയറ്റിട്ട് നമുക്ക് ഈ ചുറ്റുവട്ടോ കാണാൻ പറയാം നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ പെട്ടെന്ന് തന്നെ ഈ വീട് സെയിലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ വീടിന്റെ മുകളിലത്തെ ഫ്ലോറിൽ ഒരു സിറ്റ് ഔട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായിട്ടുള്ള എനിക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ ആയിട്ട്. കാരണം ഒരു പോസിറ്റീവ് എനർജി നല്ല ആ സൈഡിൽ നിന്ന് വരുന്ന നല്ലൊരു എയർ സർക്കുലേഷൻ. നമുക്കറിയാം ഹൈ റെസിഡൻഷ്യൽ ഏരിയ ഞാൻ നേരത്തെ പറഞ്ഞതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. MC റോഡിനടുത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ വളരെ റയറാണ് കേട്ടോ വരുന്നത്. അതിൽ ഡിസൈൻ കാറ്റൻസ് ആയി ഹാൻഡിലേക്ക് കൊടുത്തിരിക്കുന്നത് സ്റ്റീലിലും അതുപോലെ ടെമ്പേർഡ് ഗ്ലാസ്സിലുമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഊഞ്ഞാലിടാനോ അതിനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കോഫിയെ കുടിച്ചിരിക്കാനൊക്കെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത്. എനിക്ക് ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഉണ്ടായ ഫീലിംഗ്സ് എന്താണെന്ന് ഞാൻ പല വീഡിയോയിലും പറയുന്നു. എനിക്ക് ആ വീട്ടിൽ എനിക്ക് തോന്നുന്ന ഫീലിംഗ്സ് നിങ്ങളോട് എന്തായാലും ഞാൻ ഷെയർ ചെയ്യുന്നു. അതുപോലെ ഞാൻ ഇതിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത് എനിക്ക് ഒന്നെന്ന് പറയുന്നത് നമുക്ക് റോഡ് ആക്സസിബിലിറ്റി നല്ല ഒരു ആക്സസിബിലിറ്റി ഉണ്ട്. MC റോഡിൽ നിന്നും വളരെ അടുത്ത് വരാൻ പറ്റുന്നത്. അതിൽ ഡിസൈൻ പാറ്റേൺ നോക്കി കഴിഞ്ഞാലോ കൺസ്ട്രക്ഷൻ പാറ്റേൺ നോക്കിയാലോ ഒരു ക്വാളിറ്റി ടച്ച് ഉണ്ട്. ഇതിന്റെ ഒരു വേറൊരു ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേർക്കുന്ന തടിയുടെ വർക്ക് അല്ലെങ്കിൽ വുഡിന്റെ വർക്കൊക്കെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ജനലുകളുടെയും വാതികളുടെയും ഡിസൈൻ പാറ്റേണുകളും അതിൽ ഒരു പ്രീമിയം ഇന്നത്തെ തരത്തിലേക്ക് ഒരു വ്യത്യസ്തമായ കുറെ ഡിസൈൻ പാറ്റേണും കൂടി ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു കോംപ്രമൈസില്ല. അതിനെന്തായാലും ഇതിന്റെ ബിൽഡേഴ്സിന് നമുക്ക് എന്തൊരു ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ കഴിയില്ല. കാരണം പല രീതിയിലും പല ടച്ചുകളിലും നമുക്ക് അനാവശ്യമായി നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യുന്നു, നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നു, കളർ പാറ്റേൺ കൊടുത്തു, അങ്ങനെ ഒന്നും ലൈറ്റുകൾ ഒരുപാട് കളർ ലൈറ്റുകൾ കൊടുത്തു ഒന്നുമല്ല. പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് കാർക്കോ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി കാറ്റഗറി ഉള്ളവർക്ക് ഏത് കാറ്റഗറി പെടുന്നവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഇഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള അത് സ്പേഷ്യസിന്റെ കാര്യത്തിലായാലും കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലായാലും ഡിസൈനിന്റെ കാര്യത്തിലായാലും വുഡിന്റെ കാര്യത്തിലായാലും അതുപോലെ ഫിറ്റിംഗ്സിന്റെ കാര്യത്തിലായാലും നമ്മുടെ ഈ നിന്ന് പറയുന്ന കിച്ചന്റെ കാര്യത്തിലായാലും വ്യത്യസ്തമായ ഒരുപാട് വ്യത്യസ്തകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വീട് കൂടിയാണ്. നിങ്ങൾക്ക് ഈ വീട് എന്തായാലും ഡയറക്റ്റ് വന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവും. നിങ്ങൾ ഈ വീഡിയോ ഒരിക്കലും മിസ് ചെയ്യാതെ ഈ രീതിയിലേക്കോ ഈ സ്ഥലങ്ങളിലേക്കോ ഒക്കെ
പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും 100% ഞങ്ങൾ പറയുന്നു, ഇത് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു അസറ്റ് മണി അല്ലെങ്കിൽ അസറ്റ് വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ വീട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പോയി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എന്താണോ നിങ്ങൾ കമന്റ് ഇടുന്നത് അതിന്റെ റിപ്ലൈ നമ്മൾ തീർച്ചയായും തരുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ഹെൽപ്പായ നാലാഞ്ചിറ, മണ്ണാന്തല, പരുത്തിപ്പാറ ഏരിയയിലേക്ക് ഒരുപാട് എൻക്വയറീസ് ആണ് വരുന്നത്. അത്തരക്കാർക്ക് വേണ്ടിയുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ അത്തരക്കാർക്കുള്ള വീഡിയോ ആണ്. 4.5 സെന്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി പൂർണ്ണമായും ചുടുകല്ലിലും തേക്ക് തടിയിലും നിർമ്മിച്ചിട്ടുള്ള ബ്രാൻഡ് ക്വാളിറ്റി എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രീമിയം പ്രോപ്പർട്ടി ഒരു വീടാണ് നമ്മൾ ഇന്ന് ഈ വിശ്വസിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,36,00,000 രൂപയാണ്. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക.